ഹായ്. ഇന്നേ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയിട്ടോ. ഒന്ന് കുറേ ദിവസമായി വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ വീട്ടിലൊക്കെ പോയി വരാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ അതിനൊക്കെ റെഡിയായി. പിന്നെ അനിയത്തിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ കുറേ ദിവസമായി അനിയത്തിനെ കണ്ടിട്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് കരുതി. പോണ വഴിയിൽ ഞങ്ങൾ ഇടവഴി കൂടി, ഞങ്ങൾ വീടിൻ്റെ അവിടെ ബസ് ഇറങ്ങിയ ശേഷം പിന്നെ അങ്ങനെ ഒരു ഇടവഴി കൂടി അങ്ങനെ പോവാട്ടോ. അപ്പോൾ അത് കൂടെ അങ്ങനെ പോയപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു വ്യൂസ് ഇങ്ങനെ എടുത്തതാട്ടോ. അത് ഞങ്ങളെ മുന്നിൽ കൂടെയുള്ള ഒരു റോഡാണ്. ഇവിടെ ഈ മഴ ആയതുകൊണ്ട് നന്നായിട്ട് വെള്ളമുണ്ട്. ഈ വെള്ളമൊക്കെ ഒഴുകി ഇങ്ങനെ പോണത് അവിടെ വലിയൊരു കുളമുണ്ട് കേട്ടോ. ആ കുളത്തിലേക്കാണ്. പിന്നെ വീട്ടിലൊക്കെ എത്തി. പിന്നെ വെള്ളമൊക്കെ മുക്കിയിട്ടോ. കാരണം ചോറൊക്കെ വയ്ക്കാൻ 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ ചോറൊക്കെ വയ്ക്കാൻ നേരത്തെ അപ്പോൾ അനിയത്തി എൻ്റെക്കാളും മുന്നേ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾ ക്ലീനിങ്ങിനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടിച്ചു വാരാനും തുടയ്ക്കാനും പിന്നെ മുറ്റമൊക്കെ പുല്ലൊക്കെ പറക്കി അങ്ങനത്തെ പണികൾക്കൊക്കെ അനിയത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ അടുക്കളത്തെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പിന്നെ വേഗം ചോറ് വയ്ക്കാനൊക്കെ നിന്ന്. പിന്നെ മത്ത ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതുകൊണ്ട് മത്തനരിശ്ശേരി വയ്ക്കാമെന്നൊക്കെയാണ് കരുതുന്നത്. എനിക്ക് മത്തനരിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഏട്ടന് അത് ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ കാരണം ഏട്ടന് ഈ പുളിയുള്ള കറികളൊക്കെയാണ് ഇഷ്ടം കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ പിന്നെ പുളിയില്ലാത്ത ഇങ്ങനെ വറുത്തിട്ട് അങ്ങനത്തെ കറികളൊക്കെ അവിടെയൊക്കെയാണ് ഇഷ്ടം കേട്ടോ. വേഗം ചോറ് വെച്ചു. പിന്നെ അതേ അടുപ്പത്ത് തന്നെ കുക്കറിലേക്ക് കറി വെച്ചു കേട്ടോ. പിന്നെ മത്തനരിശ്ശേരി ഉണ്ടാക്കി. പിന്നെ പയറുണ്ടായിരുന്നു. അപ്പോൾ പയറും അതുപോലെ അപ്പോഴേക്ക് അനിയൻ മീനും കൊണ്ടുവന്നേ. അയല മീനായിരുന്നു കേട്ടോ കിട്ടിയത്. അപ്പോൾ അത് വറക്കാമെന്നും കരുതി. അപ്പോൾ തന്നെ അതൊക്കെ മതിയല്ലോ. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ഇരുന്നു. അതിൻ്റെ പണി ഇങ്ങനെ എടുക്കുന്നുണ്ട്, ഓരോ പണികളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അടുക്കളത്തെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഒന്നിച്ച് മുറ്റത്തൊക്കെ ഇറങ്ങി പുല്ലൊക്കെ പറിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ ഇപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ടും അങ്ങനെയൊക്കെ ആകുമ്പോൾ പോകാൻ കുറേ അങ്ങനെ കൂടില്ല കേട്ടോ. ചെല്ലുമ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ ഓരോ പണികളൊക്കെ എടുത്ത് ആകതാക്കി പോരും കേട്ടോ. അപ്പം ചോറും കൂട്ടാനും മീനൊക്കെ ആയി. അതൊക്കെ റെഡിയാക്കി വെച്ച മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു, പഴുത്ത മാങ്ങ കേട്ടോ. അതൊക്കെ മുറിച്ച് കഴിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം സംസാരിച്ചു കേട്ടോ. കുറേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറയാനുണ്ടാവും. അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ അടുത്തുള്ള വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയും. അച്ഛനും പറയും, ഞങ്ങൾ അങ്ങോട്ടും പറയും. അങ്ങനെ കുറേയൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചോറുണ്ട് കേട്ടോ. പിന്നെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ അലക്കാനൊക്കെ ഇറങ്ങിയത്. പിന്നെ കാരണം ഒരു അപ്പം നല്ല വെയിൽ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അലക്കട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങിയേ. പിന്നെ മുണ്ടുകളും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കി ഇടട്ടെ വിചാരിച്ച്. പിന്നെ അവിടെ അച്ഛൻ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കുഴിച്ചിട്ടതും അങ്ങനെയൊക്കെ അങ്ങനെ നോക്കിയിട്ടോ. അങ്ങനെ ചില പാവയ്ക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ടുണ്ടായി വരുന്നുണ്ട്, അതൊക്കെ നോക്കി. പിന്നെ ചെമ്പോത്തിനെ കണ്ടില്ലേ, ചെമ്പോത്തിനെ കണ്ട സന്തോഷമാണെന്നൊക്കെ അല്ലേ പറയുക. അപ്പം ഞാൻ അങ്ങനെ കണ്ടപ്പോൾ സന്തോഷമായിക്കോട്ടെ വിചാരിച്ച് നിങ്ങൾ എടുത്തതാട്ടോ. പിന്നെ ചേമ്പൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു. മഴ ആയതുകൊണ്ടേ അച്ഛൻ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടാക്കണതാണ് ചേമ്പും ഇതൊക്കെ.